beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. So I'm mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest and double your money. Guys, welcome back to my channel. അപ്പോൾ നമുക്കൊരു വീഡിയോ കണ്ടിട്ടൊന്ന് വരാം കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെനിക്ക് എന്താ പറയുക, അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത്. ഐ എം റിയലി വെരി വെരി സോറി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഐ എം സോറി. ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം സോ സോറി. വീഡിയോ കണ്ടല്ലോ അല്ലേ? ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ റീസൺ എന്താ പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡേ ബിഫോർ യെസ്റ്റർഡേ ആളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാക്കിത് ജസ്വാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ ഐഡിയും അവരുടെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞതും. ഇപ്പം ആള് പറയുന്നത് ഇതിനെപ്പറ്റി അറിയില്ല, ആള് സർട്ടിഫിക്കറ്റ് കാണിച്ചു അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് എത്രത്തോളം ജെന്യൂൻ ആണെന്ന് മാത്രം കരുതിയിട്ട് നിങ്ങളത് മുന്നോട്ട് പറയുക. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അപ്പോളജി പറയുന്നത് ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്. കാരണം നിങ്ങളത് അപ്പോളജി ചെയ്യാനുള്ള മനസ്സ് കാണിച്ചത് വളരെ വലിയൊരു മനസ്സ് തന്നെയാണ്. കാരണം ഇത് ഒരുപാട് ഇൻഫ്ലുവൻസസ് ചെയ്യാത്തൊരു കാര്യം കൂടിയാണത്. കാരണം ഒരുപാട് മണ്ടത്തരങ്ങളും എന്താ പറയുക, ഒരുപാട് അബദ്ധങ്ങളും ഫേക്കായിട്ട് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും അത് തെറ്റാന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരും ചില യൂട്യൂബേഴ്സും ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് വന്ന് അപ്പോളജി ചെയ്തതിൽ വളരെ ഹാൻഡ്സ് ഓഫ് ആൻഡ് ആ ഒരു മനസ്സിലും ഒരുപാട് നന്ദി. പക്ഷേ അത് മാത്രമല്ല, നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ്. കാരണം നിങ്ങളെപ്പോലൊരു ഇൻഫ്ലുവൻസർ, കാരണം നിങ്ങളൊക്കെ ഈവൻ ടിക്ടോക്ക് തുടങ്ങിയ കാലം മുതലേ നിങ്ങളൊക്കെ നമ്മൾ കണ്ടു വളരുന്ന ആൾക്കാരാണ്. സോ നിങ്ങളെ വളർച്ചയും നമ്മൾ കണ്ടതാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കൊണ്ടും നോക്കിയിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടെങ്കിൽ മാത്രം, അത് ജെന്യൂൻ ആണെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ചെയ്യാത്ത ഒരു പക്ഷം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും വന്നിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുത്. നിങ്ങൾക്കത് ചെയ്തിട്ട് സ്വയം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജെന്യൂൻ. കാരണം നിങ്ങൾക്കത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അതിലുണ്ടെങ്കിൽ മാത്രം ഓക്കെ. അല്ലാതെ ഇതുപോലുള്ള ഫേക്ക് ആൾക്കാർ കൊണ്ടുതരുന്ന സർട്ടിഫിക്കറ്റും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാതിരിക്കുക. കാരണം നിങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ ദേ ഫീൽ ഇറ്റ്സ് ജെന്യുവൻ ആൻഡ് അവരത് കണ്ണും പൂട്ടി ചിലപ്പം ഇൻവെസ്റ്റ് ചെയ്യാനും മടിക്കില്ല. മനസ്സിലായോ? പക്ഷെ ചില ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ എൻക്വയറി നടത്തും, അതുപോലെ തന്നെ ഇതിന് റിയാക്റ്റും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നു, തെറ്റുകൾ ചെയ്തു, അതിന് എപ്പോഴും എല്ലാ തെറ്റുകളും ചെയ്ത് എപ്പോഴും ഇത് തന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ സോറി ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫൺ ആക്ച്വലി, അല്ലെങ്കിൽ അതൊരു രസമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തെറ്റുകൾ പറ്റാതിരിക്കുക, നിങ്ങളെപ്പോലെ ഇൻഫ്ലുവൻസ് കൂടുതൽ ശ്രദ്ധിക്കുക. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ആ സോറി പറയാൻ കാണിച്ച ആ മനസ്സിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. എല്ലാ രീതിയിലും അന്വേഷിച്ച് മാത്രം നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാം. ഇതുപോലുള്ള യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ പ്രൊമോട്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു. ബൈ.